Hello, I'm Pro, the lucky mascot of Curry and Spices RanjusOwn. Keep watching. അപ്പോൾ നമ്മളുടെ കീമ ബിരിയാണിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് നോക്കാം. ബസ്മതി റൈസ് 3 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ 240 ml ഗ്ലാസിൻ്റെ 3 കപ്പാണ് എടുത്തിട്ടുള്ളത്. റൈസ് ഒരു 30 മിനിറ്റ്സ് നമ്മൾ വെള്ളത്തിലൊക്കെ സോക്ക് ചെയ്ത് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് വെച്ചതാണ്. പിന്നെ മിൻസ് മീറ്റ്, നമുക്ക് ഇഷ്ടമുള്ള മിൻസ് മീറ്റ് എടുക്കാം. അപ്പോൾ ചിക്കനോ മട്ടനോ ബീഫോ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. ഞാനിപ്പോൾ ഇന്ന് ബീഫിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1/2 കിലോ മിൻസ് മീറ്റാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ആ മിൻസ് മീറ്റ് വാഷ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ആദ്യം ശരിക്കും വാഷ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു സ്ട്രെയിനറിലിട്ടിട്ട് പിന്നെയും പൈപ്പിൽ നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് സ്ട്രെയിൻ ചെയ്ത് വെക്കണം. അതിൻ്റെ വെള്ളമെല്ലാം പോകാനായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്ത് വെക്കണം. ഇതെല്ലാം കഴുകി കഴിഞ്ഞ് ഒരു 1/2 hour നമുക്ക് സ്ട്രെയിൻ ചെയ്ത് വെക്കാം. പിന്നെ റൈസ് ഉണ്ടാക്കാനായിട്ട്, റൈസിലിടാനായിട്ട് 1 ബേ ലീഫ്, 3 ഏലക്ക, പിന്നെ ഒരു 5 വെളുത്തുള്ളി അല്ലി, 1 ഇഞ്ച് ഇത്രയും വലിയ നീളം, ഒരു 2 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഇഞ്ചി, അതേപോലെ 3-4 പച്ചമുളക്. ഇത് 3ഉം കൂടെ ഒരു പേസ്റ്റ് ആക്കണം. പിന്നെ 2 വലിയ സവോള, അത് ചെറിയതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ ടൊമാറ്റോ, 1 കപ്പ് ടൊമാറ്റോ. അപ്പം 1 കപ്പ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ 2 ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അതും നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെക്കണം. 1 കപ്പ് തൈര്. പിന്നെ പൊടികൾ: മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 2 ടീസ്പൂൺ. പിന്നെ നമുക്ക് ബിരിയാണി മസാല പൗഡർ ഉണ്ടാക്കാനുണ്ട്. അപ്പം അതിനായിട്ട് ഞാൻ 1 ഇഞ്ച് നീളത്തിലുള്ള നമ്മുടെ സിനമൺ സ്റ്റിക്ക്, ഇതിൽ 1 ഇഞ്ച് നീളം ഇല്ലാത്തതുകൊണ്ട് 2-3 എണ്ണം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഏലക്ക 6 ഏലക്ക, പിന്നെ ഒരു 5-6 കറിയാമ്പൂ, ജീരകം 1/2 ടീസ്പൂൺ. ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതാണ് നമ്മളുടെ ബിരിയാണി മസാല. പിന്നെ ഇത് ഓപ്ഷണലാണ്. ഒരു 1/4 ഗ്ലാസ് പാലിൽ കുറച്ച് കുങ്കുമപ്പൂവ് ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുങ്കുമപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മഞ്ഞൾ വേണമെങ്കിലും മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ മല്ലിയിലയും പുതിനയിലയും 1/2 കപ്പ് വെച്ചിട്ട്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തിടാനായിട്ട് കാഷ്യൂവും കിസ്മിസും, അത് നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാം. പിന്നെ നെയ്യ് ഒരു 3 ടേബിൾ സ്പൂൺ. നെയ്യ് അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുൻപായിട്ട് ആദ്യം ബിരിയാണി മസാല ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ മസാല ഉണ്ടാക്കി ഇനി നെക്സ്റ്റ് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെയുള്ള പേസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഫസ്റ്റ് ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിനി റൈസ് ഉണ്ടാക്കണം. അപ്പം അതിനായിട്ട് കുറച്ച് വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ബേ ലീഫ്, അതേപോലെ മുമ്പേ കാണിച്ച് 3 ഏലക്ക, ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം. ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് ഇരുന്നോട്ടെ, കാരണം ഇത് പിന്നെ ചോറിലേക്ക് പിടിക്കുമ്പം അത് കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഇനി ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും അരിയിട്ട് ഒരു 90% വേവ് ആവുമ്പോഴത്തേക്കും മാറ്റണം. ഇനി ഈ അരി ഒരു 90%ഓളം വെന്ത് കഴിയുമ്പം നമുക്കിത് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം.
അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അരി നമുക്കൊരു 90% വേവാകാവുള്ളൂ. പിന്നെ അതിൽ കൂടുതൽ ഭയങ്കരമായിട്ട് വെന്ത് പോയാൽ നമ്മളുടെ ബിരിയാണിയുടെ ആ ടെക്സ്ചറേ അങ്ങോട്ട് മാറിപ്പോവും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ആ വേവ് ഒന്ന് നോക്കണം. ഇപ്പോൾ റൈസ് ഒരു 90%ഓളം വെന്തിട്ടുണ്ട്. ഇതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം. അപ്പോൾ വേറൊരു പാൻ എടുത്തിട്ട് ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കാഷ്നട്ടും കിസ്മിസും രണ്ടും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. ടോട്ടൽ നമ്മളൊരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് പറഞ്ഞത്. ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു. ഇനിയിപ്പോൾ 2 കൂടെ ഒഴിച്ചിട്ട് ബാക്കി ഉള്ളിയൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് സവോള, ഇനി ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി അപ്പോഴത്തേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. ഇനിയും നമ്മൾ മുമ്പേ അരച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഉള്ള പേസ്റ്റും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊരു 2 മിനിറ്റ് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറണ വരെ നമുക്കൊന്നത് വഴറ്റി കൊടുക്കണം. പച്ചമണമൊക്കെ ഒന്ന് മാറി ഇനിയും ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മുമ്പേ നമ്മൾ പൊടിച്ചു വെച്ച ബിരിയാണി മസാല ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ വഴറ്റിയിട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിൻസ് മീറ്റ് ഇട്ട് കൊടുക്കണം. മസാലയിലൊക്കെ നന്നായിട്ട് ഇതൊന്ന് മിക്സായി ഇതൊന്ന് കുക്ക് ചെയ്യണം. അപ്പം മിൻസ് മീറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്തോളും. അപ്പോൾ ഒരു പിങ്ക് കളറിലല്ലേ മിൻസ് മീറ്റ് ഇരിക്കുക. അപ്പം ഇനി പിങ്ക് കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്നിത് നന്നായിട്ട് കുക്ക് ചെയ്യണം. ഫസ്റ്റ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ലോയിലാക്കണം. ഈ സമയത്ത് ഉപ്പും കൂടെ ഒന്ന് നോക്കുക. ഉപ്പും കൂടെ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തു. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്യണം. അപ്പം ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കുക, ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെയും ശരി അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റായി. നമ്മുടെ കീമയെല്ലാം ഒരു ബ്രൗൺ കളറായി വെന്തിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ടോട്ടൽ 2 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1 ടീസ്പൂൺ ഇപ്പം ഇട്ട് കൊടുക്കുക. പിന്നെ ടൊമാറ്റോ, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില. ഇതിൻ്റെ കൂടെ ഉപ്പ് കൂടെ കുറച്ച് ചേർക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് 2 മിനിറ്റ് ഒന്ന് വേവിക്കണം. ഈ ടൊമാറ്റോ എല്ലാം ഒന്ന് വെന്ത് വരണം. അതിനായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഒരു 2 മിനിറ്റായി. ടൊമാറ്റോ എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ തൈരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി 2 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഒരു 2 മിനിറ്റോളം നമ്മളിത് വഴറ്റി ഇനി ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. നമ്മളുടെ കീമ മിക്സറും ഇവിടെ റെഡി. റൈസും റെഡിയായി, കീമ മിക്സറും ഇവിടെ റെഡിയായി. ഇനി നമുക്കൊന്ന് ലെയറൊക്കെ ചെയ്തെടുക്കാം. ഇനി ഫസ്റ്റ് നമുക്ക് ലെയർ ചെയ്യാനുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ചുമ്മാ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മളുടെ കീമയുടെ പകുതി ക്വാണ്ടിറ്റി ഒന്ന് ഫസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതേപോലെ തന്നെ നമ്മളുടെ റൈസും പകുതി ക്വാണ്ടിറ്റി സെക്കൻഡ് ലെയറായിട്ട് ഇടാം. ഇനി റൈസിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ഗരം മസാല പൗഡർ മുമ്പേ 1 ടീസ്പൂൺ അല്ലേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 1 ടീസ്പൂൺ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ മല്ലിയില, പുതിനയില,
പിന്നെ കുറച്ച് നെയ്യ്. ഇനി ബാക്കിയുള്ള നമ്മളുടെ കീമ മിക്സ്ചർ ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. ഇനിയും നമ്മളുടെ സാഫ്രൺ മിൽക്കില്ലേ, കുങ്കുമപ്പൊടി കലക്കി വെച്ച പാലും കൂടെ ഇതിലേക്ക് ഒന്ന് ഈ ലെയറിൽ ഫുള്ള് ഈ കീമയുടെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അടുത്ത ലെയറായിട്ട് റൈസ്. നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റായി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ കീമ ബിരിയാണി ഇവിടെ റെഡി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ബീഫിന് പകരം മട്ടണോ ചിക്കനോ എന്താണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. താങ്ക് യു.